സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. സോ നമ്മളിന്ന് കളിക്കാൻ പോണത് മൈൻക്രാഫ്റ്റ് ബെറ്റാണ്, ബീറ്റ എഡിഷൻ. അപ്പോൾ ഇത് ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് വരുന്നത് യൂട്യൂബിൽ. കുറച്ച് ദിവസം ഞാൻ അപ്ലോഡൊന്നും ചെയ്തില്ല, സോ സോറി. ഞാൻ ഇനി എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. ആഴ്ചയിൽ 2 ദിവസം, ഒരാഴ്ചയിൽ 2 ദിവസം എന്തായാലും ഞാൻ റെക്കോർഡ് ചെയ്യും. ഓക്കെ, സോ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കപ്പോൾ ഞാൻ ബേസിക് ആയിട്ടുള്ള മൈൻക്രാഫ്റ്റിലെ സ്കിൽസൊക്കെ അറിയാം. സോ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഞാൻ തുടങ്ങിയിരിക്കുകയാണ്. ഞാനിപ്പോൾ കുറച്ച് റിസോഴ്സസൊക്കെ കിട്ടി, കഷ്ടപ്പെട്ടുണ്ടാക്കി. നമുക്ക് ആടിനെയൊക്കെ കൊന്നിവിടെ, ഐ മീൻ നോട്ട് വയലന്റിക്കലി, ഞാൻ ഒരിത് കിട്ടാൻ വേണ്ടി മാത്രം, ബെഡ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് കൊന്നത്. പിന്നെ വിശന്നപ്പോൾ കൊന്നു, അത് വേറെ കാര്യം. അപ്പം ഞാൻ നൈസായിട്ട് ഇവിടെ എന്തെങ്കിലും നല്ലൊരു സ്പോട്ട് നോക്കട്ടെ. എൻ്റെ ഇപ്പോൾ നിലവിലുള്ള പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നല്ലെങ്കിൽ വില്ലേജിൻ്റെ അടുത്ത്. ഗായ്സ്, വി റീച്ച്ഡ് വില്ലേജ്. ഞാൻ എങ്ങനെ വില്ലേജിലെത്തിയിരിക്കുന്നു. ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു വില്ലേജ് കിട്ടി. ഒരു വില്ലേജ് കിട്ടി. ദാറ്റ്സ് വെരി നൈസ്. അപ്പോൾ നമുക്ക് ആദ്യം റീസ്പോൺ മറ്റേ എമറൽഡ് ഇവിടെ വരുമ്പോൾ ഉള്ള ഗുണം അതാട്ടോ. പിന്നെ ബണ്ടിലിനകത്ത് എന്താ ചെയ്യേണ്ടത്? ബണ്ടിൽ ഒരു സംഭവമില്ല. നമുക്കൊരു ഇവിടെ മാത്രമുള്ളൂ വീട്. അങ്ങോട്ട് വീടുണ്ട് മച്ചാന്മാരെ. നിങ്ങൾ എന്താ വിചാരിക്കണ? അപ്പോൾ നമുക്കിവിടെ അത്യാവശ്യം നല്ല ഇതുണ്ട് കേട്ടോ. ക്രോപ്സ് നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ വീട് സെറ്റാക്കാം എന്തായാലും. അതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ തുടക്കം തന്നെ ഇവിടെ കേവ് വേണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് കേവ് ഉണ്ടാക്കാം. വെരി നൈസ്, ക്ലെവറാണ് ഞാൻ. അപ്പം ഞാൻ നേരെ ഗോൾഡ് നഗറ്റ് കിട്ടി. അപ്പം ഞാൻ വീട് ഉണ്ടാക്കാൻ, അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീടുണ്ടാക്കാനുള്ള പണിയാണ്. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ഇപ്പോൾ നിലവിൽ ഒരു പിക്കാക്സ് ഉണ്ടാക്കട്ടെ. പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് മാക്സിമം മൈൻ ചെയ്ത് കല്ലുകൾ ഉണ്ടാക്കി മാത്രം സെറ്റാക്കാം. ഓക്കെ, അങ്ങനെ സെറ്റാക്കണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു വീടുണ്ടാക്കാനുള്ള റിസോഴ്സ് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ് മച്ചാന്മാരെ. അവിടെ അയൺകുളം മച്ചാനെ, ഞാൻ നിങ്ങളുടെ പുതിയൊരു വിസിറ്ററാണ് കേട്ടോ. എനിക്കിപ്പോൾ അയൺ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്കൊന്ന് അയൺ ഉണ്ടാക്കും, അത് വേറെ കാര്യം. കല്ല് ഞാൻ മാക്സിമം പെട്ടെന്ന് മൈൻ ചെയ്യട്ടെ കേട്ടോ. നമുക്കിപ്പോൾ മൈൻ ചെയ്ത് നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യുക. ഞാൻ ഒരു മെത്തേഡ് പറഞ്ഞുതരാം. ഒന്നല്ലെങ്കിൽ വില്ലേജും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒരു വെള്ളവും മൈനും, ഐ മീൻ ഒരു റിവറോ സീയുടെ അടുത്തെങ്ങാനും വീട് വെച്ചിട്ട്, അല്ലെങ്കിൽ സീയുടെ അടുത്ത്, ഐ മീൻ ഒന്നല്ലെങ്കിൽ മൈനിൻ്റെ അടുത്തൊരു നല്ലൊരു ഓപ്ഷനല്ല. അപ്പം ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളത്തിൻ്റെ അടുത്ത് ഒരു വീട് വെക്കുക. ആ വീട് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇത് കിട്ടും. എന്ത് കിട്ടും? നിങ്ങളൊരു വീട് അങ്ങനെ സെറ്റാക്കുക. അതിൻ്റെ അകത്ത് നിങ്ങളൊരു ചെറിയൊരു നിങ്ങൾ തന്നെ സെറ്റപ്പായിട്ടൊരു മൈൻ ഉണ്ടാക്കുക. അതിൻ്റെ അകത്ത് അതങ്ങനെ മൈൻ ചെയ്ത് നിങ്ങളൊരു കല്ലൊക്കെ അങ്ങനെ കുഴിച്ച് പോകുമ്പോൾ നിങ്ങൾക്കൊരു ഇത് കിട്ടും. എന്ത് കിട്ടും? ഒരു സ്ഥലം കിട്ടും. അവിടെ ഇതൊക്കെ എന്ത് പൊളിയായിട്ടാണ് അവരുണ്ടാക്കിയേക്കണം. അവിടെ see how good it is, freaking good. അതിൻ്റെ പിന്നെ അത് വേറെ കഥ.
എന്തോടെ ഇത് ഇവന് ഇത്തിരി പൊട്ടനാണെന്നുണ്ടോ? നമുക്കൊരു 5 പേര് ഹെൽപ്പ് ചെയ്യാം. ആ ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി എവിടെയെങ്കിലും പോയി കിടന്നുറങ്ങണ്ടേ? ഉറക്കാൻ പറഞ്ഞില്ലേ ചാച്ചൻ്റെ? ഓക്കെ, ഉറങ്ങാം. ഹായ്, എണീറ്റേ. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ നമുക്ക് നേരെ പോയി മൈൻഡ് ചെയ്യാവാ. അപ്പം ഞാൻ ഈ ഗെയിംസൊക്കെ കളിക്കണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കാരണമൊന്നുമില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ചാനൽ തുടങ്ങണമെന്ന് വലിയൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ 5ാം ക്ലാസ് തൊട്ടുള്ളൊരാഗ്രഹം ചാനൽ തുടങ്ങാം. അപ്പോൾ 2 കൊല്ലത്തെ കാത്തിരിപ്പും ഒരു ഡെഡിക്കേഷന്, ഐ മീൻ ഗെയിമിങ്ങും ഉണ്ട്. അത് മാത്രമല്ല ഇതും ഉണ്ട്, പഠിത്തവും ഉണ്ട്. ഓക്കെ, അപ്പം രണ്ടും മാനേജ് ചെയ്യാൻ പഠിക്കുക. എന്നിട്ട് അത് നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് പ്രൂവ് ചെയ്യുക. നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊരു പ്രൂവ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ലക്ക് ഉണ്ടെങ്കിൽ, ദൈവമുണ്ടെങ്കിൽ നിങ്ങൾ സക്സീഡ് ചെയ്യും. ഞാൻ സീരിയസായിട്ട് പറയാം, നിങ്ങൾ എന്തായാലും ഒരു നല്ലൊരു ഇത് കിട്ടും. ഞാനിത് പറയാനുള്ള കാരണം എനിക്ക് ഇങ്ങനെയായിരുന്നു. എനിക്കൊരു ഗെയിമിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല എന്നല്ല, ഒരു ബേസിക് ഇതറിയാം. ഓക്കെ, ബേസിക് അറിയാം, അതെങ്കിലും അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. ഒന്നും അറിയാണ്ട് നമ്മൾ ഗെയിമിങ്ങിലേക്ക് വന്നിട്ട് കാര്യമില്ല. നിങ്ങൾ പഠിക്കുക, മാക്സിമം പഠിത്തം കളഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. ഓക്കെ, പഠിത്തം ഉണ്ടാവുക ആസ് വെൽ ആസ് ഗെയിമിങ്, രണ്ടും കൂടെ മാനേജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഡൂപ്പർ വൈറ്റി, ഹീസ് സോ ഗുഡ് അറ്റ് സ്റ്റഡീസ്. ഐ എം നോട്ട് ലൈങ്. അവൻ നല്ല പഠിത്തത്തിൽ കേമനാ. ഓക്കെ, ഞാൻ പറയാം, മാക്സിമം നിങ്ങൾ ഇതാവുക, പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ ഇതാവില്ല, ഒന്നുമില്ലാത്തതാണ്. ഇതിപ്പോൾ ഒരു ഗെയിമിംഗ് ചാനൽ തുടങ്ങി, ആ ചാനൽ തുടങ്ങിയിട്ട് ഒരു നേട്ടവും ഇല്ല, ഒരു കാര്യവുമില്ല, ഒന്നുമില്ല. ഇത് പോപ്പുലർ ആവുന്നത് പോലും ഇല്ല. ഓക്കെ, എങ്ങനെയാണ് ആവണമെങ്കിൽ നമ്മൾ ഇതാവില്ല ഗൈസ്. പഠിത്തം വിട്ടാണ് നമ്മളങ്ങനെ ചെയ്തേ എന്നുണ്ടെങ്കിൽ ഒന്നും കിട്ടൂല. നമുക്ക് സീരിയസായിട്ട് പറയാം, ഒന്നും കിട്ടൂല. ഇവർ ചെയ്ത ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഐ ലൈക്ക്. അപ്പോൾ ഇത് കണ്ട വെള്ളത്തിൻ്റെ സൈഡിൽ ഇതാക്കി ഒരു ഞാൻ വേറെ ഏതിലും വഴി നോക്കട്ടെ. ഇപ്പം എത്ര കല്ലുണ്ട്? കല്ല് 33 തറ കെട്ടിയാലോ? എവിടെ കെട്ടും? വീട് എവിടെ വെക്കണ്ടേ? ഏറ്റവും മുകളിൽ വെച്ചാലോ? എടാ, മുകളിൽ കുറേ വീടുണ്ട്, അതൊക്കെ നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. വാ. അയ്യോ, എൻ്റെ പൊന്നു ദൈവമേ. നമുക്കൊരു ഞാൻ ചാവുമെന്നൊരു നല്ല ഉറപ്പുള്ളത് കൊണ്ട് നമുക്ക് ഒരു റീസ്പോൺ സെറ്റ് ആക്കട്ടെ. ഓപ്പൺ ആക്കി. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സി ആയിരിക്കും, അത് ഇന്നത്തേക്കൊന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഞാനൊന്ന് നമ്മളെ ഗെയിമിങ് സെറ്റപ്പിൽ നിന്ന് ഒന്ന് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാക്സിമം ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തി. നമ്മളിപ്പോൾ ബേസിക്കലി ഇവിടെ ഉള്ളത് കൊണ്ട്, നമുക്ക് ഏറ്റവും വില്ലേജിലുള്ളത് കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൻ്റെയൊക്കെ മേളിൽ നമുക്ക് വീട് വെക്കാം, വില്ലേജിൻ്റെ മേളിൽ നമുക്ക് വീട് വെക്കാം. ഓക്കെ, അതാണ് എൻ്റെ ഐഡിയ. പിന്നെ ഒരു ചെസ്റ്റ് എന്തായാലും വേണം, ഓഫ് കോഴ്സ്. അതിനകത്തുള്ള ബാക്കി സാധനങ്ങൾ നമുക്ക് പിന്നെ എങ്ങനെ കൊണ്ട് കളയാം. ഓക്കെ, വില്ലേജിൻ്റെ ഏറ്റവും മേളിൽ നമ്മൾ രാജാവിനെ പോലെ നിൽക്കാം. പിന്നെ നമുക്ക് ഒരു ഗോൾ എന്തായാലും ഉണ്ടാവണം. ഓക്കെ, നമ്മൾ മാക്സിമം നമ്മുടെ എഫേർട്ടൊക്കെ ഇട്ട് നല്ലൊരു ഗെയിമിങ് സെറ്റപ്പിന് എഫേർട്ടൊക്കെ ഇട്ട് മാക്സിമം ചെയ്യുക. വെറുതെ നമ്മൾ ഇത് കൊണ്ട് കളയരുത് ഗൈസ്. വെറുതെ കൊണ്ടേ കളയണ്ട, മാക്സിമം പഠിത്തത്തിൽ നോക്കാം. ഒരു മാപ്പ് കിട്ടി നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, ഈ മാപ്പ് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? എനിക്ക്
മാപ്പ് ചെയ്യാൻ എനിക്കറിയാൻ പാടില്ല, യൂസ് ചെയ്യാൻ എനിക്കറിയാൻ പാടില്ല. അത് വേറൊരു കാര്യം, അതൊരു കഥ. നമുക്ക് ഏറ്റവും മുകളിൽ പോവാം. വാ. ഈ വില്ലേജ് ഉള്ളത് ശരിക്കും ഒരു ലക്കാണ് കേട്ടോ. സീരിയസ് ഒരു കാര്യം, നമുക്ക് ഈ വീട് നൈസായിട്ടൊന്ന് അടിച്ച് പൊളിച്ചിട്ട്, അല്ലെങ്കിൽ ഈ വീടിൻ്റെ മേലിൽ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, സെറ്റപ്പ് ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ഇവിടെ നമുക്കൊരു റൂട്ട് സെറ്റാക്കി ഇതിൻ്റെ മേളിലൊരു വീട് വെക്കാം. ഓക്കെ, നമുക്ക് അയൺ കിട്ടും. നമുക്കിപ്പോൾ അയൺ ഇല്ലേ? എത്ര അയൺ ഉണ്ടോ? ഇല്ലല്ലോ, അയണില്ല. അപ്പോൾ നമുക്ക് ആദ്യം നമുക്കൊരു കേവ് ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് വീട് സെറ്റാക്കാം. പക്ക ഞാൻ പറയാം, ഇവിടെ തന്നെയാണ് ഞാൻ വീട് സെറ്റാക്കാൻ പോണേ. പിന്നെ ഇവിടെ ഒരു റിസോഴ്സ്, നമുക്കൊരു ഇതുണ്ട്, പ്ലാന്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ക്രോപ്സ് പ്ലാന്റ് ചെയ്യാനുള്ള ഒരു പ്ലാന്റേഷൻ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ താഴെ വെക്കാനുണ്ട്. അതൊക്കെ നമുക്ക് സെറ്റാക്കട്ടെ. ജസ്റ്റ് വെക്കുക. നമുക്കിനി കുറച്ച് ഒരു കാര്യം ഉണ്ടാക്കാനുണ്ട്. നമുക്ക് ഒരു ഷവൽ ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് വഴി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് യൂസ്ഫുള്ളാവും. അപ്പോൾ നമുക്ക് ഈ ഒരു ആംഗിളിൽ വീട് വെക്കാം. നമുക്കൊരു കല്ലിടാം, തറപ്പണി. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടെ ഒരു വഴി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇതുവരെയായിട്ടും നമ്മൾ കുറച്ച് നല്ലോണം പണിയെടുത്തു. ഓക്കെ, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ കുറച്ച് നല്ലോണമൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് മണ്ണൊക്കെ ഒന്ന് കളഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കളയാം. നമുക്ക് സ്റ്റെപ്പ് മാതിരി ഇവിടെ പണിയാം. അതൊക്കെ നമുക്ക് ലാസ്റ്റ് സെറ്റാക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ. അപ്പോൾ എൻ്റെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം പ്രോസസ്സ് തന്നെ, വെള്ളമൊക്കെ അങ്ങനെ തന്നെ നിന്നോട്ടെ. പക്ഷേ ഒരു സ്ഥലം നമുക്ക് അടിച്ചു കളഞ്ഞാലോ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ആഗ്രഹം എന്നല്ല, ഇത് കളഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നന്നായിട്ടിരിക്കും. നമ്മളത് കളയുകയാണ്. അപ്പം ഇത് നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ നമുക്ക് സെറ്റാക്കാവുന്നതുമാണ്. ഓ മൈ ഡീസ്, നമുക്ക് എല്ലാം ലാസ്റ്റ് സെറ്റാക്കാം. ഓക്കെ, അപ്പം നമുക്ക് തറ പണിഞ്ഞാലോ? തറ നമുക്ക് ലാസ്റ്റ് പണിയാം. ആദ്യം തറ ലാസ്റ്റാണോ ചെയ്യേണ്ടത്? ഇത് മുകളിൽ നിൽക്കാനുള്ള കാരണം ഇതിൻ്റെ ഒരു മാജിക്കാണ് കേട്ടോ. അത് പറഞ്ഞാൽ അച്ഛന്മാരെ മാജിക്കൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെച്ചിട്ട് പറഞ്ഞിട്ട് എല്ലാം മാജിക് ആകുമ്പോൾ അല്ലേ പണ്ടാരം പിടിക്കായിട്ട്. അപ്പോൾ നമുക്ക് കല്ലിട്ട് തുടങ്ങാം. ഐശ്വര്യമായിട്ട്. ഓക്കെ, വേറൊന്നും ചിന്തിക്കരുത്. ഐശ്വര്യമായിട്ട് നമുക്ക് ചെയ്യാം. ഓ മൈ ഡേയ്സ്, കഷ്ടപ്പാടാണ് മച്ചാന്മാരെ. ഞാൻ പറഞ്ഞു ചോദിച്ചോട്ടെ, ഇത്ര ചെറുതാക്കണോ? അങ്ങനെ വേണ്ട, ഇത്രയും വേണ്ട. കാരണം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു പ്രോപ്പർ ഇതിടാം. കുറച്ചുകൂടെങ്കിൽ പൊങ്ങി നിന്നോട്ടെ. നമുക്ക് സ്റ്റാൻഡ് എന്തെങ്കിലും സെറ്റാക്കാം. മണ്ണിരുന്നോട്ടെ കുറച്ച്. എന്നിട്ട് നമുക്ക് ആദ്യം നമുക്ക് ഒരു വീടുണ്ടാക്കാം. എന്നിട്ട് നമുക്ക് ഇൻറ്റീരിയർ ഡിസൈനിങ് ഒക്കെ ചെയ്യാം. ഇൻറ്റീരിയർ ഡിസൈനിങ് ഒക്കെ വീട് പണിഞ്ഞിട്ടോ ഇല്ല, എന്നിട്ടല്ല ഇൻറ്റീരിയർ ഡിസൈനിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബെഡൊക്കെ ഇപ്പം ഇട്ട് വെച്ചേക്കാം. കാരണം റീസ്പോൺ പോയിന്റ് സെറ്റ് ആക്കണം. ഓക്കെ, ഇപ്പം നിലവിൽ കല്ല് കുറവാണോ? 21 കല്ലുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും മൈനിങ്ങിന് പോകണം. ഒരു 5 മൈനിങ്ങിന് പോയിട്ട് ബാക്കി സെറ്റാക്കാം. മൈനിങ് ഒന്നും ഇല്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ നൈസായിട്ട് നമുക്ക് എന്തെങ്കിലും സെറ്റാക്കാം. ഓക്കെ, വാ. തണ്ണിമത്തം ഉണ്ട്, കുറച്ച് തണ്ണിമത്തം കഴിക്കാം. ഇത് തിന്നണ സൗണ്ട് കേൾക്കുമ്പോണ്ടല്ലോ, എല്ലാവർക്കും സൗണ്ടാണ്. എനർജി ഫുള്ളായിട്ടുണ്ട്. ഹെൽത്ത് കളയല്ലേ.
ഹെൽത്ത് കളല്ലെന്ന് പറയും. ഹെൽത്ത് കളഞ്ഞിട്ട് ഇതെന്തുന്നാടാ? ഇപ്പോൾ അങ്ങനെ നമ്മുടെ ക്രീപ്പർ തകർത്തിരുന്ന സ്ഥലമൊക്കെ സെറ്റാക്കി ഇവർക്ക് കൊടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ഥലത്തേക്ക് നമുക്ക് വിടാം. അപ്പോൾ കുറച്ച് ഞാൻ ഇതും കൂടെ മൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, മണ്ണും കൂടെ മൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇത് കിട്ടുമല്ലോ. നമുക്ക് സ്ഥലം ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഞാൻ തറ പണിയണത് മാത്രമേ ഉണ്ടാക്കി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണുള്ളൂ. കാരണം നമ്മുടെ വീട് കുറച്ച് സസ്പെൻസാണ് മച്ചാന്മാരെ. അപ്പോൾ സെറ്റാക്കട്ടെ കേട്ടോ. ഇത് കഴിഞ്ഞു. അങ്ങനെ ലാസ്റ്റത്തെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇനി കല്ല് നമുക്കിട്ട് പണി തുടങ്ങാം. കല്ല് നമുക്ക് ഒരു 24 സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, ഇത് മൊത്തം നോട്ടെ കേട്ടോ. ഇത്രയും ഡിസ്റ്റൻസ് ഇത് നോട്ടെ. നമ്മളപ്പോൾ ഇത്രയും അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങനെ പണിയണോ? കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് പണിഞ്ഞൂടെ? പിന്നെ ഈ മണ്ണൊക്കെ നമുക്ക് അടിച്ച് പൊളിച്ച് കളയാം കേട്ടോ. കാരണം ഞാനത് എന്തിനാ വെച്ചതെന്ന് എനിക്കൊന്നൊരു ഐഡിയ ഇല്ല. ഒരു ജസ്റ്റ് ഇപ്പോൾ ഒരു കവാടം പോലെ ഒരു സെറ്റപ്പ് വെച്ചതാണ്. ഇതെന്ന് പറയട്ടെ. ഓക്കെ, അപ്പം നമ്മൾ ജസ്റ്റ് ഇത് സെറ്റാക്കണുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. എന്നിട്ട് അടുത്ത വീഡിയോയിൽ എന്തായാലും നമ്മൾ മൊത്തം ക്ലിയർ ചെയ്തൊരു ഫുൾ പക്ക വീടുണ്ടാക്കിയിട്ട് ഞാൻ വരുള്ളൂ മച്ചാന്മാരെ എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഒറ്റ സോറി. ഓക്കെ, ഇവിടുന്നാണെങ്കിൽ ഇവിടുന്ന് വിട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു രീതി. ഓക്കെ, അത് കാണിക്കാനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. അതല്ല, ഞാൻ അവനെ സെറ്റാക്കി കൊടുത്തോളാം. ഇവിടെ ഓക്കെ സെറ്റായില്ലേ? എവിടെയെങ്കിലും ഒരു റൂഫ് കിട്ടത്തേക്ക്. ഓക്കെ, അതുകൊണ്ട് നോട്ടെ എക്സ്ട്രാ നോട്ടെ, ആവശ്യം വേണമെങ്കിൽ അവൻ ഉപയോഗിച്ചോട്ടെ. ഇതൊരു ശരിക്കും ഒരു വില്ലേജ്, നമുക്ക് വില്ലേജ് വേണ്ടതാണ് ഓഫ്കോഴ്സ്. അല്ലെങ്കിൽ വില്ലേജ് നമുക്കൊരു ഫുഡ് റിസോഴ്സ് ആയിട്ടോ അതിനായിട്ട് വെക്കാം. പിന്നെ ഇപ്പം നിങ്ങൾക്ക് വില്ലേജ് വേണ്ട, സ്വന്തമായിട്ടൊരു ഏരിയ ഉണ്ടാക്കാനാണ് ഇഷ്ടമെങ്കിൽ യു ക്യാൻ ഗോ ഫോർ പ്ലേസ് ന്യൂ വാട്ടർ. ഓക്കെ, അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് കൂട്ടുകാരന്മാരെ എനിക്ക് പരിചയപ്പെടുത്തി തരാം. അവന്മാരിപ്പോൾ ഇല്ല, ഞാൻ ഒരു ദിവസം വിളിക്കാം. ഓക്കെ, അപ്പോൾ റായൻ, എൻ്റെ സ്കൂളിൽ കുറച്ച് കൂട്ടുകാരുണ്ട്. റായൻ, തനുഷ്, തനെ, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അവരൊക്കെ തനയായിട്ട് നമുക്ക് ബസ്സിൽ കളിക്കാൻ പറ്റും. നമുക്ക് ബസ്സിൽ ചിലപ്പോൾ കൊണ്ടുവരാം. ഓക്കെ, റായനൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും ഒരു ഇത് കളിക്കാം. റായനാണ് ശരിക്കും പറഞ്ഞാൽ, റായന് മുമ്പ് കളിക്കാൻ തുടങ്ങിയാണ്, പക്ഷെ അവൻ കളിക്കാനായിട്ടാണ് എനിക്കിത് യൂട്യൂബിലിട്ടാൽ എന്താ എന്ന് തോന്നിയത്, മൈൻക്രാഫ്റ്റ്. ഓക്കെ, അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് ആൾക്കാരുണ്ട്. റോജർ, റായൻ, അഭിഷേക്, അഭിമാനു, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അവരൊക്കെ ഇപ്പം ഞാൻ അവരുടെ പേര് പറയാൻ കാരണം അവർ തന്നെ എൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞതാണ്. എനിക്ക് എന്തിനാണെന്നറിയില്ല. ഒരുത്തൻ ഞങ്ങളുടെയൊക്കെ പേര് പറയടാ എന്ന് പറയാൻ പറഞ്ഞതാണ്. ഓക്കെ, അവൻ്റെ പേര് ഞാൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു അതിനകത്ത്, കുഴപ്പമില്ല. ഓക്കെ, ഹീസോ ഷായ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഇവിടെ ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പണി ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനും പറ്റട്ടെ. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ ടിങ് ടിങ് ഞാൻ ടിങ് ടിങ് ടിങ്. അപ്പോൾ നമുക്ക് കാണാമെന്ന് പറയുന്നതിന് മുമ്പ് ഇവനൊന്ന് കൊല്ലട്ടെ കേട്ടോ.
കഴിഞ്ഞാൽ നമുക്ക് ചാവാണ്ടിരിക്കുന്ന ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് പോകണം, പക്ഷെ നിങ്ങൾ ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലത്തല്ല ഉള്ളത്. നിങ്ങളിവിടെ ഒരു കുഴി എടുക്കുക, വെച്ച് മൂടാം. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് ആൻ എക്സാമ്പിൾ ഗൈസ്, ഡോണ്ട് ലാഫ്. ഇനി ഇത് വീണ്ടും ഇടണമല്ലോ പഠിച്ചവനെ. ഓക്കെ, എന്തായാലും കുറച്ച് താഴത്തേക്കായിട്ടൊരു സ്ഥലം പണിയാനുണ്ട്. ഇതൊക്കെ നമുക്ക് കല്ലാക്കുന്നതാണ്, മണ്ണിട്ട സ്ഥലം. അപ്പം ഇത്രത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാനിട്ട വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.